മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത 2 മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുകയാണ്. NIA കോടതിയിൽ തന്നെ ജാമ്യ ഹർജി നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജാമ്യാപേക്ഷ നൽകിയാൽ ഇന്നോ നാളെയോ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അങ്ങനെയെങ്കിൽ NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്ന നിലയിലാണ് ഇപ്പോൾ നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ ഉൾപ്പെടെ സഭയുടെയും CBCയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനൂപ്, കന്യാസ്ത്രീകളുടെ ജാമ്യം എപ്പോൾ ലഭിക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷപൂർവ്വം എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. ജാമ്യാപേക്ഷ NIA കോടതിയിൽ തന്നെ സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? NIA കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള തീരുമാനം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി എടുത്തു. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അമൃതോ ദാസ് എന്ന ഈ ഹൈക്കോടതിയിലെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകനാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാവുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹർജി നൽകിയാലും ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അതല്ലെങ്കിൽ ബുധനാഴ്ചയോ മാത്രമേ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ തന്നെ 8ാമത്തെ ദിവസം ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാർ അത്രയും അധികം ദിവസം വീണ്ടും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NIA കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ കേസ് പരിഗണിക്കപ്പെടും. NIA കോടതി ഒരുപക്ഷെ ഇത് ഞങ്ങളുടെ അധികാരപരിധി പെടുന്നതല്ല, നേരത്തെ സെഷൻസ് കോടതി പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് അത് മടക്കിയാൽ പോലും നാളെ സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഹൈക്കോടതിയെ ഇന്ന് സമീപിച്ചു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ഹൈക്കോടതി അവധിയാണ്. പിന്നീട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്ന് പറഞ്ഞ് നടപടിക്രമങ്ങൾ നീണ്ടുപോകും. ഇത് വീണ്ടും കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് NIA കോടതിയെ തന്നെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ സഭയും ഇവിടെയുള്ള റോജിയം ജോൺ MLAയും മറ്റ് ആളുകളും എല്ലാം ചേർന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയാണ്. MLA ഉൾപ്പെടെയുള്ളവരുടെ ഒരു സംഘം ഇപ്പോൾ ബിലാസ്പൂരിലെ കോടതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഇവിടെ കോൺഗ്രസിന്റെ 5 MPമാരടങ്ങിയ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ ഈ ദുർഗ് ജയിലിലേക്ക് എത്തി കന്യാസ്ത്രീമാരെ കാണും. ഒപ്പം CPMന്റെ പ്രതിനിധി സംഘമുണ്ട്. BJP നിന്ന് ഷോൺ ജോർജ് കൂടി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കന്മാരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അപ്പുറത്ത് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കളമൊരുക്കലും സജീവമായി നടക്കുന്നു. നിമിഷം അനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒന്ന് KC വേണുഗോപാലിലേക്ക് പോയിട്ട് പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷം തിരികെ ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവരുവാണ്. ഒരു കുറ്റവും ചെയ്യാതെ സത്യത്തിൽ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന 2 കന്യാസ്ത്രീ സഹോദരിമാരെയാണ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത്. ജയിലിലിടുക എന്ന് മാത്രമല്ല, വളരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും അവരുടെ കുറ്റം വ്യാജമായിട്ട് ആരോപിച്ചിട്ടാണ് ഈ ജയിലിലിടൽ. ഇത് ജാമ്യം ഒന്നാമത് ഇത് കേസെടുക്കേണ്ട കാര്യമുള്ളതല്ല. കേസെടുത്തു. അവർ എടുത്തു കഴിഞ്ഞ് പരമാവധി ഈ ജാമ്യം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യം മുതലേ ഛത്തീസ്ഗഡ് പോലീസ് നടത്തിയത്. അതല്ലെങ്കിൽ അവർ NIA കോടതിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. NIAയും ഇതുമായിട്ട് എന്താ ബന്ധം? സാധാരണഗതിയിൽ വൻപിച്ച തോതിലുള്ള മനുഷ്യക്കടത്തുകളൊക്കെയാണ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIA ഏൽപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ NIA കേസുകൾ അന്വേഷിക്കുന്നത്. ഈ കേസ് NIA എടുക്കേണ്ട കേസാണോ ഇത്? NIA ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ ജാമ്യം വൈകിപ്പിക്കാനല്ലേ? എന്തായാലും ഇന്നും നാളെയുമായിട്ട് NIA കോടതി അന്തിമമായി തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെൻറ്റിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സ്വരമാണ് ഉയർന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളതിന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. പക്ഷേ ഇനി അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി അവർ ഉപദ്രവിച്ച് കഴിഞ്ഞു. KC വേണുഗോപാൽ സിസ്റ്റർ വന്ദനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്രതികരണം നടത്തിയത്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. ജാമ്യ ഹർജി എത്രയും വേഗം പരിഗണിക്കപ്പെടുക എന്നതാണ്, ജാമ്യം ലഭിക്കുക എന്നതാണ് പൊതുവിൽ എല്ലാവരുടെയും ആവശ്യം. അനൂപിലേക്കാണ്. അനൂപ്, നേരത്തെ അനൂപ് സൂചിപ്പിച്ചല്ലോ, പ്രധാനപ്പെട്ട നേതാക്കളുടെ സംഘം തന്നെ അവിടെ തങ്ങി കാര്യങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. നിയമപരമായ സഹായങ്ങൾ ഉൾപ്പെടെ നൽകാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഈ കേസിന്റെ നടത്തിപ്പ് നേരിട്ട് ആരാണ്?
ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് വികാരി ജനറൽ, ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീമാരുടെ സഭയുടെ പ്രതിനിധി, ഒപ്പം തന്നെ റോജി എം ജോൺ MLA എന്നിവർ ചേർന്ന് ഈ ബിലാസ്പൂരിലേക്ക് പോയി. അവരെല്ലാം റായ്പൂരിലാണ് താമസം. നേരിട്ട് ബിലാസ്പൂരിലേക്ക് പോയി അവിടെ അമൃതോ ദാസ് എന്ന അഭിഭാഷകൻ, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ്, അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഈ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെയുള്ള അഭിഭാഷകനെ മാറ്റിയത്. അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ 2 സാധ്യതയാണ് ഈ അഭിഭാഷകൻ പറഞ്ഞത്. ഒന്നുകിൽ ഹൈക്കോടതിയിൽ പോകാൻ, പക്ഷേ അത് കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സെഷൻസ് കോടതിയിൽ പോകണമെന്നുള്ളതാണ്. എന്തായാലും അത് സംബന്ധിച്ച ഒരു ആലോചന ഞാൻ നടത്തി, രാവിലെ നിങ്ങളെ വിവരം അറിയിക്കാമെന്ന് അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. അതനുസരിച്ച് മറ്റാളുകളെല്ലാം, കുടുംബാംഗങ്ങളും MLAയും വികാരി ജനറലും സിസ്റ്റർ സഭയുടെ പ്രതിനിധിയും എല്ലാം തിരികെ റായ്പൂരിലേക്ക് വന്നു. ഇന്ന് രാവിലെ അഭിഭാഷകൻ അറിയിച്ച കാര്യം NIA കോടതിയിൽ പോകുന്നതാണ് നല്ലത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ: ഒന്ന്, ഇന്നും നാളെയും കോടതിയുണ്ട്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ പരിഗണിച്ചേക്കാം, ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തള്ളപ്പെട്ടാൽ, NIA കോടതിയിൽ നിന്ന് തള്ളപ്പെട്ടാൽ വീണ്ടും സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയായിരുന്നു. എന്തായാലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ റോജി എം ജോണും സജി ജോസഫ് MLAയും സജീവമായി ഇവിടെ ഉണ്ട്. അത് മാത്രവുമല്ല, കോൺഗ്രസിന്റെ മറ്റ് MPമാർ ഇന്ന് ഇവിടേക്ക് എത്തുന്നു. ഒപ്പം BJP ചുമതലപ്പെടുത്തിയ അനൂപ് ആന്റണി ഇവിടെ ഉണ്ട്. അതിന്റെ കൂടെ ഷോൺ ജോർജും ഉണ്ട്. CPMന്റെ പ്രതിനിധി സംഘമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം സജീവമായി ആദ്യത്തെ ഘട്ടത്തിൽ ഈ നിയമപരമായ മുന്നോട്ട് പോക്കിന് ചില തടസ്സങ്ങളോ ചില ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതില്ല. വളരെ കൃത്യമായി ആശയക്കുഴപ്പമൊന്നുമില്ലാതെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. 3 കക്ഷികളുടെയും നേതാക്കൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. സഭയുടെ പ്രതിനിധികളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ കാര്യക്ഷമമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.